എസക്കിയായുടെ രോഗശാന്തി. 2 രാജാക്കന്മാരെ 20-ാം അധ്യായം 1 തൊട്ട് 6 വരെ. എസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. എസക്കിയ ചുമരിന്റെ നേരെ ചെരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചു പോന്നു. അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചു എന്നു അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം എസക്കിയ വേദനയോടെ പറഞ്ഞു. അപ്പോൾ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് എസക്കിയോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസിറിയ രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. നമ്മൾ കണ്ണീരോടും വിശ്വസ്തയോടും കൂടെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചാൽ എന്തും നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. യേശുവേ സ്തുതി.